لعن الذين كفروا من بني إسرائيل على لسان داود وعيسى بن مريم ذلك بما عصوا وكانوا يعتدون كانوا لا يتناهون عن منكر فعلوه لبئس ما كانوا يفعلون. സൂറത്തുൽ മാഇദ. ഒരു വിഭാഗം ആളുകളെ രണ്ട് പ്രവാചകന്മാർ ശപിക്കാൻ കാരണം കാനൂ ലാ യതനാഹൗന അൻ മുൻകരിൻ ഫഅലൂഹു, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തിന്മകളെ അവരാരും എതിർക്കാത്തവരായിരുന്നു, കണ്ടില്ലെന്ന് നടിക്കുകയായിരുന്നു. ചുറ്റുവട്ടത്ത് കൂട്ടുകാരെ പറ്റി അറിയാം. പറഞ്ഞില്ലേ, അവനെ കുറച്ച് അഫയർ പ്രശ്നമുണ്ട്, അവൻ പെണ്ണിൻ്റെ ആളാണ്, കള്ളിൻ്റെ ആളാണ്, അവൻ മയക്കുമരുന്ന്, ഒന്ന് മയങ്ങുന്നുണ്ട്, അവൻ പെയിൻ്റ് അടിക്കുന്നുണ്ട്, അവൻ അതുണ്ട്. പല പെയിൻ്റ് പണിനെ കുറിച്ചല്ല പറഞ്ഞത്, മയക്കുമരുന്നിൻ്റെ പല കോഡ് ഭാഷകളുണ്ട്. ഇതറിയുന്ന കൂട്ടുകാരെ അത് ഓൻ ചെയ്തോട്ടെ, ഞാൻ ചെയ്യണില്ലല്ലോ. അങ്ങനെയല്ല, നീ അത് ചെയ്യല്ല. നീ ഇങ്ങനെ മരിച്ചാൽ അള്ളാന്റെ അടുത്ത് മയക്കുമരുന്ന് അഡിക്ഷനിൽ നീ നിന്റെ മലക്കുൽ മൗത്തിന്റെ റൂഹിനെ പിടിച്ചാൽ നീ പോകുന്ന നരകത്തിലേക്കല്ല. നിങ്ങൾ എങ്ങനെയാണോ മരിക്കേണ്ടത് അങ്ങനെയാണെന്നാണ് പരലോകത്ത് പുനർജന്മം നൽകുക. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ നീ ഇങ്ങനെ മരിച്ചാൽ നിനക്ക് അദാബല്ലോ, നാളെ നിന്റെ പരലോകം എന്നേക്കുമായുള്ള നിന്റെ ഒരു ജീവിതം ഒരു നേരത്തെ ഒരു ആസ്വാദനം കൊണ്ട് നീ നശിപ്പിക്കണോ? കൂട്ടുകാർ പറയണം. കൂട്ടുകാര് സുഹൃത്തിനോട്, പെണ്ണ് പെണ്ണിനോട്, ആണിനോട്, കൂട്ടുകാരോട്, കൂട്ടുകാരികളോട് തിന്മയിൽ നിന്ന് മോചിപ്പിക്കണം. ബോയ് ഫ്രണ്ടും ഗേൾ ഫ്രണ്ടും ആൾക്കാരൊക്കെ ഉണ്ടാവും, നമുക്കറിയാം, കൂട്ടുകാർക്കറിയാം, അത് വലിയ രസത്തിലാണ് പറയാം. നമുക്കറിയാം. നീ എന്തെങ്കിലും ഇടപെട്ടോ, അവരോട് പറഞ്ഞോ ഇത് തിന്മയാണ്, ചെയ്യരുത്, അരുതാത്തതാണ്, അല്ലാഹു ഇഷ്ടപ്പെടില്ല. ഒരു വിവാഹത്തിലൂടെയുള്ള ഒരു കുടുംബജീവിതമല്ലാതെ വഴിവിട്ട ഈ ബന്ധങ്ങൾ പാടില്ല എന്ന് പറഞ്ഞോ നിന്റെ കൂട്ടുകാരനോട്, നിന്റെ കൂട്ടുകാരിയോട്. ഒരു വിഭാഗം ശപിച്ചു എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ റഹ്മത്ത് കിട്ടില്ല എന്നല്ലേ. റഹ്മത്ത് കിട്ടാതിരുന്നാൽ അവരുടെ കൂടെ ഉണ്ടാവുന്ന പിശാചാണ്. പിന്നെ അവരുടെ തലയിൽ പലതും വരും. മക്കളെ അറുത്തു കൊല്ലുന്നതും, കാമുകന് വേണ്ടി ഭർത്താവിനെ തലക്കടിച്ചു കൊല്ലുന്നതും, വീടും കുടുംബവും നാടും എല്ലാം ഉപേക്ഷിച്ച് ഒരു നേരത്തെ തലക്ക് പിടിക്കുന്ന ഒരു ഭ്രാന്ത് കൊണ്ട് പ്രേമം തലക്ക് കയറി 2 കുഞ്ഞിന്റെ ഉമ്മയും 3 കുഞ്ഞിന്റെ ഉമ്മയും 2 കുഞ്ഞിന്റെ വാപ്പയും 3 കുഞ്ഞിന്റെ വാപ്പയും ഇറങ്ങി ഓടുന്നതും പിശാച് തലയിൽ കയറിയതുകൊണ്ടല്ലേ. ഒരു നേരം ബോധം ചെയ്യോ, അവസാനം കുറച്ചു നേരം കഴിഞ്ഞ് പെട്രോൾ കഴിഞ്ഞ് വണ്ടി നിൽക്കുമ്പോഴാണ് ഓർമ്മ വരും, എന്തിനിപ്പോൾ ഞാനിതൊക്കെ ചെയ്തത്, ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇതിനാണപ്പോൾ ഞാൻ ഈ ലോകം മുഴുവൻ ഇളക്കി മറിച്ചത്, കോടതി വരാന്തകളും ഒച്ചപ്പാടും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയത് ഇതിനായിരുന്നോ എന്ന് തിരിച്ചറിയുമ്പോഴേക്കും കാര്യം കൈവിട്ടു പോയിട്ടുണ്ടാകും. അവര് ചെയ്യുന്ന തിന്മകൾ കാണുമ്പോൾ അവരാരും അത് എതിർക്കാറില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞല്ലോ സല്ലല്ലാഹു അലൈഹി വസല്ലം, രാവിലെ തിന്മകൾ ചെയ്യുന്ന ആളുകളെ കാണുകയും അവരെ എതിർക്കുകയും ചെയ്യുന്നവർ അവരോടൊരു വെറുപ്പ് തോന്നാതെ വൈകുന്നേരം അവരുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നവരായിരുന്നു. അതുകൊണ്ടാണ് അല്ലാഹു അവരെ കുരങ്ങുകളായും പന്നികളായും രൂപം മറിച്ചത്. അതിന് കാരണം തിന്മകളോടൊരു വെറുപ്പ് തോന്നാത്തത്. നമുക്കാദ്യം തിന്മകളോട് വെറുപ്പ് തോന്നണം. ബാങ്ക് പലിശയാണ്, ബാങ്ക് ജോലി പലിശയുമായി ബന്ധപ്പെട്ട ജോലിയാണ്, അല്ലാഹുവിനോട് യുദ്ധം ചെയ്യുന്ന പരിപാടിയാണ്. അത് ഏത് രാഷ്ട്രീയ സംഘടനക്കാർ നേതൃത്വം കൊടുത്താലും ബാങ്ക് പരിപാടി നമുക്ക് പാടില്ലാത്തതാണ്. അത് ഹറാമ് തന്നെ. അതിനൊന്നും നമ്മൾ സംഘടനകളോ രാഷ്ട്രീയ പാർട്ടികളോ ഉണ്ടാക്കി അതിന്റെ പിന്നാലെ കൂടി വലിയ സംഭവമാക്കേണ്ട ഒരു കാര്യമില്ല. അത് ഹലാലും ഹറാമും ആഖിറവും പരലോകവും ഇല്ലാത്ത ഒരു വിഭാഗം ആളുകൾ ലോകത്ത് എന്നുണ്ടാവും. അവർ നടത്തിക്കോട്ടെ. നമ്മൾ പറഞ്ഞു, ഒരു ജോലി കിട്ടിയില്ല, ബാങ്ക് ജോലി കിട്ടിയ, നാട്ടില് ബാങ്ക് മാനേജറായി ജോലി കിട്ടിയ ഞാൻ കയറുമായിരുന്നു. റെക്കമെൻഡേഷൻ നടക്കുക, നമ്മുടെ പാർട്ടി നേതാവ് ഉണ്ടല്ലോ, ജില്ലാ നേതാവിന്റെ കാല് പിടിച്ചേക്കാം. എന്തിന് നമ്മൾ നടക്കുന്നു? ഒരു ഹറാമ് നമ്മൾ ചോദിച്ചു വാങ്ങാനോ വെറുതെ കിട്ടിയെടുക്കാൻ പാടില്ലാത്ത സംഗതിയാണ്. നമ്മളെന്താ പറയാ, എന്താ ശമ്പളം 1 ലക്ഷം 1 ലക്ഷം, പിന്നെ എടുത്തൂടെ? നമുക്കൊക്കെ എന്ത് ഈമാൻ. അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ച വിഷയമാണ് പലിശയുടെ ഇടപാടുകളോട് അല്ലാഹു യുദ്ധം പ്രഖ്യാപിച്ചു. അല്ലാഹുവിനോട് യുദ്ധം ചെയ്യുന്നതിന് തുല്യമാണ്. ആ ഒരു സിസ്റ്റം ലോകത്തുണ്ടാവാൻ പാടില്ലെന്നാണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട്. ഒരു മനുഷ്യന്റെ സഹായം ആവശ്യമായ രംഗത്ത് അവന് സഹായം കൊടുക്കുന്ന കാശ് കൊണ്ട് അവനെ ചൂഷണം ചെയ്യരുത്. പലിശരഹിത വായ്പാ പദ്ധതികൾ നമ്മൾ തയ്യാറാക്കുക. പലിശയുമായി ബന്ധപ്പെട്ട ഒരു ജോലിയും മുസ്ലിമിന് എടുക്കാൻ പറ്റൂല. അതിന് ഞാൻ എതിർത്ത് എന്ത് ക്ലിപ്പർ കേട്ടും കാര്യമില്ല. മുസ്ലിമിന് അത് പറ്റൂല. ഞാൻ മുസ്ലിമീങ്ങളാണ് പറയുന്നത്. മുസ്ലിം അല്ലാത്ത പലരും ഇതൊരു പക്ഷേ യൂട്യൂബിലൊക്കെ കിട്ടേക്കാം. നിങ്ങൾ ഉണ്ടാണ്ടിരുന്നാൽ മതി. മുസ്ലിമീങ്ങളോട് ഈമാനുള്ളവരോടാണ് ഞാൻ പറയുന്നത്. നമുക്കത് പാടില്ല. വെറുതെ കിട്ടിയാലും പാടില്ല. കിട്ടിയ തരക്കേടില്ല എന്നാണ് മനസ്സിലുള്ളത്. അപ്പൊ തിന്മയോട് വെറുപ്പില്ല എന്നതിന്റെ അർത്ഥം. അത് കുറ്റകരമാണ്. നാളെ പരലോകത്തേക്ക് വരുന്ന ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങളെ
ഖിയാമത്ത് നാളിൽ വരുന്ന ഒരു വിഭാഗം ആളുകൾ ബിഅഅമാലിൻ കജിബാലി തിഹാമത ബൈളാ യജ്അലുഹാ അല്ലാഹു ഹബാഅൻ മൻസൂറാ. മഹാനായ സൗബാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസ്, സ്വഹീഹായ ഹദീസ്. ഒരു വിഭാഗം ആളുകളുടെ കർമ്മങ്ങൾ മലകളോളം വരുന്ന അമലുകളുമായി വരുന്നവര്. മലകളോളം നമുക്കൊക്കെ നമ്മളെ അമല് ഈ സ്റ്റേജിന്റെ തറയോളം ഉണ്ടാവും. മലകളോളം അമലുമായി വരുന്നവർ അല്ലാഹു പൊടിപൊടിയാക്കി കളയുമെന്നാണ്. അല്ലാഹു സ്വീകരിക്കില്ല. ഭയങ്കരമായ ദിക്റും ഹജ്ജും കൊല്ലം ഒക്കെ ചെയ്തിട്ടുണ്ട്. റമദാനിൽ ഹറമിൽ കുത്തിയിരിക്കുന്ന ആളാ. വട്ടിപ്പലിശയുടെ പരിപാടി ഒരു കാര്യമില്ല. ആകാശം അങ്ങ് പോയി. എയർലൈൻസിൽ ലാഭായി മാത്രം, വേറൊന്നും കിട്ടിയില്ല. ട്രാവൽ സർവീസ് يجعلها الله هباء منثورا جلهم لنا صفهم لنا يا رسول الله لئلا نكون منهم ونحن لا نعلم. നബിയെ, അത് ആരാണെന്ന് പറഞ്ഞു തരുമോ നബിയെ? ആരാണ് അല്ലാഹു അങ്ങനെ കർമ്മങ്ങൾ സ്വീകരിക്കാതെ പോകുന്നവർ? ആരുടെ അമലാണ് അല്ലാഹു സ്വീകരിക്കാത്തത്? ഞങ്ങൾ പറഞ്ഞു കൊടുത്തു. ആരാണെന്ന് അറിയുമോ? നമ്മൾപ്പെട്ടവരെ, നമ്മുടെ ആശയങ്ങളുള്ളവരെ, ഇസ്ലാമിന്റെ ഭാഷയിൽ സംസാരിക്കുന്നവരെ. അല്ലാഹുവിന്റെ ഒരു ഹറാമിന്റെ അവസരം കിട്ടിയാൽ ഞാനത് ചെയ്യും എന്ന് മനസ്സിൽ കൊണ്ടു നടന്ന ആളുകളാണ് അവര് ചെയ്തവരാണെന്നല്ല ഖുർആൻ പറഞ്ഞത്. ദീനിന്റെ നേതൃത്വം കൊടുക്കുന്നവരെ, ഉസ്താദുമാര് വരും, മുഅല്ലിമ്, ചെറിയ ക്ലാസ്സിലെ 1ാം ക്ലാസ് മദ്രസ പഠിപ്പിക്കുന്ന ആള് മുതൽ അങ്ങ് സ്വദർ മുതൽ, വാദ് പറയുന്ന ആള് മുതൽ, മുദരിസ് മുതൽ, ഖാദി മുതൽ, ഖാദിൽ ഖുദാത്ത് മുതൽ, എല്ലാവിധ മുഫ്തിമാരുടെ മുഫ്തിമാര് മുതൽ എല്ലാ ലോകത്തിന്റെ പണ്ഡിതന്മാര്, വിദ്യാർത്ഥിനികൾ മുഴുവൻ, ഇൽമിനുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകൾ ഒക്കെ ഭയങ്കരമാണ്. പക്ഷേ ഇദാ ഖലൂ ബിമഹാരിമില്ല, ആരാരും അറിയില്ല എന്ന് കണ്ടാൽ, ഒരു തെറ്റിന് അവസരം കിട്ടിയാൽ അവരത് ചെയ്യുന്ന മനസ്സുള്ളവരായിരുന്നു. അത്തരം ആളുകളുടെ അമല് എത്ര വലിയ അമലാണെങ്കിലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്താ അതിന്റെ വിഷയം എന്നറിയോ? ഈമാൻ കടന്നിട്ടില്ല. എന്തേ? തെറ്റ് ചെയ്യാൻ അവസരമില്ലാത്തതുകൊണ്ടൊന്നും കുരുത്തക്കേടില്ലാണ്ട് പോയതാണ്. നേരെ മറിച്ച് വ്യഭിചാരത്തിന്റെ അവസരമുള്ള ഒരു സാഹചര്യത്തിൽ ജീവിച്ച ഒരാൾ വേണമെങ്കിൽ വിളിച്ചവളെ ഇറങ്ങി വരും. അല്ലെങ്കിൽ തിന്മയുടെ സാഹചര്യം റെഡിയാണ്. അല്ലെങ്കിൽ മദ്യപാനം, അല്ലെങ്കിൽ മയക്കുമരുന്ന്. മറ്റേ ടീമുണ്ട് നമ്മുടെ നാടുകളിലുള്ള. എനിക്കറിയില്ല ഇവിടുത്തെ നമ്മുടെ നെടുങ്കയത്തിന്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, നമ്മളെ നോക്കിയിട്ടൊന്നുമില്ല. പക്ഷേ ഒരുവിധം ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ, വെള്ളച്ചാട്ടവും തടാകങ്ങളൊക്കെ ഉള്ള ഒരു കാടുകള് ഒക്കെ കള്ളുകുപ്പിയായിട്ടുണ്ട്. മനുഷ്യന്മാർ കയറി കണ്ടുപിടിക്കാൻ വരും. പുഴയിലൊക്കെ വെള്ളം കുറഞ്ഞാൽ ആ നല്ല രസമുള്ള തണുത്ത കാറ്റടിച്ച് വീശുന്നിടത്ത് പോയിരിക്കാൻ നല്ല രസമാണ്. ഇവിടെയൊക്കെ നല്ല പുഴണ്ടല്ലേ, കേരളയിലെ പുഴക്കല്ലേ. ചൂടുകാലങ്ങളിൽ അവിടെ പോകുന്നവര് കള്ളും കുപ്പിട്ടിട്ടാ പിന്നെ വരുന്നത്. രാവിലെ ചെന്ന് നോക്കുമ്പോൾ ഇവിടെ നല്ല മദ്യം പോളി മാത്രമല്ല, അതിൻ്റെ കൂടെ കള്ളും കുടിച്ചിട്ടുണ്ട് എന്ന് പിന്നെ ചെല്ലുന്നവർക്ക് ബോധ്യപ്പെടുന്നു. അപ്പേ എന്താണിത്? ഒരവസരം കിട്ടാത്തത് കൊണ്ട് ഇവരൊന്നും ചെയ്തില്ല. പക്ഷേ അവസരം കിട്ടിയവരൊക്കെ അടിച്ചു പൊളിച്ചു. എനിക്കും അവസരമുണ്ടായിരുന്നെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു എന്നാണ് മനസ്സെങ്കിൽ, ഇത്തരം ആളുകളുടെ അമലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് മഹാനായ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് തിന്മകളെ കാണുമ്പോൾ അത് ചെയ്യരുതേ എന്ന് പറയൽ ബാധ്യതയുണ്ട് നമുക്ക്. നമ്മുടെ നഫ്സിനോട് ആദ്യം പറയണം, പിന്നെ കൂടെയുള്ള ജനങ്ങളോട്. നമ്മൾ തെറ്റ് ചെയ്യാത്തവരായതുകൊണ്ടല്ല പറയണത്, നമ്മളൊക്കെ തെറ്റ് ചെയ്യുന്നവരാണ്. കുല്ലു ബിനി ആദമ ഖത്താ വഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. ആദം നബി അലൈഹിസ്സലാമിന്റെ മക്കളായ ആണും പെണ്ണും തെറ്റ് ചെയ്യും. തെറ്റ് ചെയ്യലല്ല വിഷയം. തെറ്റ് ചെയ്താൽ അവർ തൗബ ചെയ്യേണ്ടവരാണ്. തൗബ ചെയ്യാതെ ഇരിക്കുന്നവന്റെ കാര്യമാണ് വലിയ വിഷമുള്ളത്, പരിഭ്രമമുള്ളത്. ഖൈറുൽ ഖത്താഈന തവ്വാബൂൻ. തെറ്റുകാരിൽ ഏറ്റവും നല്ലവര്, തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും നല്ലവര് ആരാ? തെറ്റ് ചെയ്യുന്നവർ നല്ലവരുണ്ടോ? അതാരാ? അത്തവ്വാബൂൻ. അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങും. റബ്ബേ പറ്റിപ്പോയി പടച്ചോനെ, ആ നേരത്തൊരു ബോധം ഉണ്ടായില്ല, മാപ്പാക്കി തരണേ റബ്ബേ. പടച്ചോനെ പുറത്തുതാ, ഒന്നും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല റബ്ബേ, ഇതൊന്നും കേട്ടില്ലായിരുന്നു, എന്നോടാരും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു റബ്ബേ. അങ്ങനെ ഒരു സംഘം കൂടി കോളേജിൽ നിന്ന് തുടങ്ങിയ ഏർപ്പാടുകളാണ്. അങ്ങനെ തിന്മ ചെയ്ത് മടുത്തു. തിന്മയിൽ ഒരു സമാധാനവുമില്ലാതെ, ഒരു തിന്മ കഴിഞ്ഞാൽ മറ്റൊന്ന്. ഒരു വ്യഭിചാരം ചെയ്താൽ രണ്ടാമത് ചെയ്യാൻ തോന്നും, വേറൊരുത്തിനെ കിട്ടാൻ തോന്നും. അവളെ കഴിഞ്ഞാൽ വേറൊരുത്തിനെ വേണ്ടി വരും, അവൾ കഴിഞ്ഞാൽ വേറൊരുത്തിയെ. ദുന്യാവുന്നവന്റെ ആശ തീരൂല. ഇതാണ് തിന്മകളുടെ അവസ്ഥ. ഒരിക്കലും മനസ്സമാധാനം തരും. നേരെമറിച്ച് നീ നിക്കാഹ് ചെയ്ത് നിന്റെ ഭാര്യയാണ്, നീ നിക്കാഹിലൂടെ സ്വീകരിച്ച നിന്റെ ഭർത്താവാണ് സഹോദരി, അവരുടെ കൂടെയുള്ള ജീവിതത്തിൽ നിനക്ക് സംതൃപ്തി ഉണ്ടാവും. സംതൃപ്തിയില്ല. മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അടങ്ങാത്തത്, ഒരിക്കലും അടങ്ങാത്ത ഒരു വികാരജീവിയായി മനുഷ്യൻ അടിമപ്പെടുകയാണ്. എന്തിന്? തിന്മകൾ വാരിക്കൂട്ടാൻ വേണ്ടി മാത്രമാണ്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സക്കറാത്തിൽ കിടക്കുന്ന നേരത്ത് മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു മലക്കുൽ മൗത്തിനെ കാണാൻ പോകുന്ന നേരം, ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് വരെ സ്വന്തം കൂടെയുള്ള ആളുകളോട് ഉപദേശിച്ചു കൊടുത്ത മഹാനല്ലയോ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു യാ ലൈത ഉമ്മീ ലം തലിദ്നി
യാ ലൈതനി മാ അറഫ്തുൽ ഹയാ യാ ലൈതനി മാ തവല്ലൈതുൽ ഖിലാഫ. കണ്ണുകളിൽ നിന്ന് കണ്ണുനീര് വന്ന് മരണം മുന്നിൽ കാണുമ്പോൾ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണത്. യാ ലൈത ഉമ്മി ലം തലിദ്നി, എൻ്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലായിരുന്നുവെങ്കിൽ. ആരായി പറയുന്നത്? സ്വർഗത്തിലേക്ക് പോയിക്കോളുന്നവരെ, നിങ്ങൾ എൻ്റെ കൂടെ ഇങ്ങനെയാണ് ശ്രദ്ധിക്കുന്നവരെന്റെ വലതു ഭാഗത്ത്, ഇവരെ നിങ്ങൾ എൻ്റെ ഇടതു ഭാഗത്ത്, നമ്മൾ ഇങ്ങനെ തോളിൽ പിടിച്ച് സ്വർഗത്തിൽ പോകും. ഹഖദാ യദ്ഖുലു സലാസത്തുൽ ജന്ന എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ പറയാ, എൻ്റെ ഉമ്മ എന്തിനെന്നെ പ്രസവിച്ചു, എന്തിന് ഞാൻ ജീവിച്ചു, യാ ലൈതനി മാ തവല്ലൈതുൽ ഖിലാഫ, എനിക്ക് എന്തിന് അധികാരം, എനിക്ക് എന്തിന് ഖിലാഫത്ത് വേണ്ടില്ലായിരുന്നു എന്ന് പരിതപിക്കുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു. നമ്മൾ പറഞ്ഞ എന്താ പറയാ? ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പരിതപിച്ചു. ഫാറൂഖ് റളിയല്ലാഹു അൻഹു, തൂബാ ലക യാ അമീറുൽ മുഅ്മിനീൻ വല്ലാഹി യാ ലൈത അയ്യാമക തതകറർ. നനവുള്ളോണ്ടെന്ന് സ്വിച്ച് ഓഫ് ചെയ്തിരിക്കുക. ഷോർട്ട് സർക്യൂട്ട് വെള്ളമിറങ്ങിയതാണ്. പാമ്പും തേളൊന്നല്ല, അത് വയറ് മഴയായതുകൊണ്ട് ശ്രദ്ധിക്കാം. അള്ളാഹു ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ കഴിച്ച് കിടച്ച് തരട്ടെ. ആമീൻ. അയാ ഉമറൽ ഫാറൂഖി ഹൽ ലക ഔദത്തുൻ ഫഇന്നാ യുജൂശർ റൂമി തൻഹാ വതഅമുറു رفاقوك في الأغوار شدوا سروجهم وجيشوك في حطين صلوا وكبروا تغني بك الدنيا كأنك فاتح على بركات الله يرسو ويبحر. ഫാറൂഖ് റളിയല്ലാഹു അൻഹു സ്ഥാപിച്ചു പോയ ഒരു ലെഗസിയാണ് ഈ ഉമ്മത്തിന്റെ ഈമാനിന്റെ പൈതൃകം പിന്തുടരുന്നത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനിന്റെ വിളക്കിൽ നിന്നാണ് ലോക മുസ്ലിമീങ്ങൾക്ക് വിളക്ക് ലഭിക്കുന്നത്. മഹാനവറുകൾ വയറ് കുത്തിക്കീറി ശത്രുവിന്റെ കുത്തേറ്റ് കിടക്കുമ്പോ ചോദിച്ചൊരു ചോദ്യമുണ്ട്, ഹൽ സ്വല്ലൈത്, ഞാൻ നിസ്കരിച്ചുവോ? സുബഹിക്ക് ഇമാം നിൽക്കുമ്പോഴാ മെഹ്റാബിലൂടെ ഒരാൾ കത്തിയുമായി വന്ന് ഫാറൂഖ് നമ്മുടെ വയറിന് 9 കുത്തു കുത്തിയത്. ഫാറൂഖ് റളിയല്ലാഹു അൻഹു അങ്ങനെ വീണതാണ്. നിസ്കാരം പൂർത്തിയാക്കിയിട്ടില്ല. ബോധം തെളിഞ്ഞപ്പോ ചോദിച്ചത് ഡോക്ടർ അടുത്ത് കൊണ്ടുപോയോ എന്നല്ല, ഹൽ സ്വല്ലൈത്, ഞാൻ എൻ്റെ സുബഹി അതേ മുഴുവനാക്കിയോ, എൻ്റെ സുബഹി ഞാൻ നിസ്കരിച്ചോ? ഹൽ സ്വല്ലൈത്. അവര് പറഞ്ഞു, യുഈനുകല്ലാഹു വതുസല്ലി, ഉമറേ അല്ലാഹു നിങ്ങളെ നിസ്കരിക്കാൻ സഹായിക്കും, നിങ്ങൾ നിസ്കരിച്ചേക്കും, പേടിക്കണ്ട. വയറിനിട്ട് പൊളിഞ്ഞു കിടക്കുക, പൊട്ടൽമാലകൾ മുഴുവൻ മുറിഞ്ഞു പോയി. ഗ്ലാസ് വെള്ളം കൊടുത്തു, പുറത്തു വന്നു. അപ്പൊ ചോരയിൽ വന്നപ്പോൾ ആൾക്കാർ വിചാരിച്ചിട്ട് ചോരയാണോ അറിയില്ലല്ലോ, അപ്പൊ പാല് കൊടുത്തു. ആ പാൽ അതുപോലെ ചോരയിൽ കടന്നു. അപ്പൊ മനസ്സിലായി രക്ഷപ്പെടില്ല. ഹൽ സ്വല്ലൈത്. ആ നേരത്ത് മഹാൻ പറഞ്ഞൊരു വാക്കുണ്ട്, അസ്വലാത്ത് അസ്വലാ, നിസ്കാരം നിസ്കാരം. അല്ലാഹ അല്ലാഹ ഫിസ്വലാ. ജനങ്ങളെ, അല്ലാഹുവിന് വേണ്ടിയുള്ള നിസ്കാരം നിലനിർത്തണേ, അല്ലാഹുവിനെ ഓർക്കണേ. ലാ ഹഖ ഫിൽ ഇസ്ലാമി ലിമൻ തറക അസ്സലാ. നമ്മൾ തങ്ങൾ അവസാനം പറയുന്ന വാക്കുകളാണ്. എൻ്റെ കുട്ടികൾ ആരാ നോക്കാന്നോ, എൻ്റെ ഭാര്യ എവിടെ, എൻ്റെ പേരക്കുട്ടികൾ എവിടെ, മുഖം കാണട്ടെ, നമ്മളൊക്കെയാണെങ്കിൽ എന്താ പറയാ, ഞാൻ കുത്തിയേറ്റ് കിടക്കും, എൻ്റെ ഉമ്മാനെ കാണിച്ചു തരുമോ, അപ്പനെ കാണിച്ചു തരുമോ, ഭർത്താവിനെ കാണിച്ചു തരുമോ, ഭാര്യനെ കൊണ്ടുവന്നരുമോ? അല്ലാഹ അല്ലാഹ ഫിസ്സലാ. നിസ്കാരത്തിന്റെ വിഷയത്തിൽ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ, സൂക്ഷിക്കണേ. വാതിനിരുന്നിട്ട് സുബഹി ഖളാവാണെങ്കിൽ ഇപ്പം എണീറ്റ് പോയി സുബഹി സ്കെച്ച് മതി, വാത് കേട്ടില്ലെങ്കിലും കുഴപ്പമില്ല. അല്ലെങ്കിൽ പിന്നെ ധൈര്യത്തിലാവണം. അല്ലാഹ അല്ലാഹ ഫിസ്സലാ. നിസ്കാരത്തിന് തടസ്സമാവാൻ പാടില്ല ഒന്നുമേ. ഒരു പരിപാടിയോ ഒരു സമ്മേളനമോ നമ്മുടെ ഒരു കല്യാണമോ വിവാഹം നടക്കണമെന്ന് നിസ്കാരം, പുതിയണ്ണനും നിസ്കാരമില്ല, മേക്കപ്പ് ചെയ്തിരിക്കല്ലേ, പുതിയാപ്പിളക്കും നിസ്കാരമില്ല, അമ്മായിമാർക്കും നിസ്കാരമില്ല, മോശനും നിസ്കാരമില്ല. അങ്ങനെ ചിരി ഓണാക്കി ഇരിക്കല്ലേ, രാവിലെ മുതൽ വരുന്നവരെ സ്വീകരിക്കാൻ ഓതുണ്ടാക്കിയിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല. എന്താ പിന്നെ കല്യാണത്തിൻ്റെ കഥ? ആ ആദ്യ രാത്രി നാളെ രാത്രിയല്ലേ നിസ്കാരമില്ലാതല്ലേ പോകുന്നത്? സുബ്ഹാനല്ലാഹ്. പുതിയനോട് നിസ്കരിച്ചോന്ന് ആരെങ്കിലും പറയില്ല, ആരെങ്കിലും ചോദിക്കണ്ടേ, ഓക്കുന്ന നിസ്കാരം വേണ്ടെന്നാണ് സ്ഥലം എന്ന് വിചാരം. അതുകൊണ്ട് പുതിയണ്ണല്ലേ മേക്കപ്പൊക്കെ ഇടുകയാണ്, അല്ലെങ്കിൽ അവളൊന്ന് ഒരുക്കുകയാണ്, അല്ലെങ്കിൽ അവളൊന്ന് അണിച്ചൊരുക്കുകയാണ്. പുതിയണ്ണാണ്, പുതുനാരിയാണ്, ഹലാലായ ഒരുക്കങ്ങളൊക്കെ ഒരുങ്ങിക്കോട്ടെ, ഒതുകൊടുത്തിട്ടാക്കി കൊടുക്കുക, അവൾ നിസ്കരിക്കട്ടെ. ളുഹൂറും അസ്റും മഗ്രിബും ഇശാവും ഒക്കെ നിസ്കരിക്കട്ടെ. സുബഹിക്ക് വേണം. കല്യാണത്തിൻ്റെ തലേന്ന് സുബഹി ഉണ്ടാവില്ല, അന്ന് ഉച്ചക്ക് ളുഹൂറുമില്ല അസ്റുമില്ല മഗ്രിബ് ഇശോ ആണെന്നല്ല. എന്തോ വരും കല്യാണം എന്ന് പറഞ്ഞിരിക്കല. കല്യാണത്തിന് പോയോലും വന്നോലും അവർക്കും നിസ്കരിച്ചു. എന്ത് കല്യാണം, എന്ത് സന്തോഷം. അമൃതങ്ങൾ വയറ് കുത്തിക്കീറപ്പെട്ട് പൊളിഞ്ഞു കിടക്കുകയാണ്. അപ്പോൾ പറഞ്ഞ വാക്കാണിത്,
ലാ ഹദ്ദ ഫിൽ ഇസ്ലാമി ലിമൻ തറക സ്വലാഹ്. നിസ്കാരം ഒഴിവാക്കിയവന് അല്ലാഹുവിന്റെ ഇസ്ലാമിൽ യാതൊരു സ്ഥാനവുമില്ലല്ലോ. എത്ര സ്വതക്കയും ദാനം കൊടുക്കുന്നു, നിസ്കരിക്കൂല, ആ മനുഷ്യന് പുല്ലുവിലയാണ് ദീനിൽ. എന്നിട്ട് പറഞ്ഞു മൻ ഹഫിള സ്വലാത ഹഫിളഹുല്ലാഹ്. നിസ്കാരം നഷ്ടപ്പെടാതെ സൂക്ഷിക്കുന്നവരെ അല്ലാഹു സൂക്ഷിക്കുന്നതാണ്. അല്ലാഹു രക്ഷിക്കും. ഭരണാധികാരിയോ പോലീസ് പട്ടാളമോ അല്ലാഹുവിന്റെ രക്ഷ നിസ്കരിക്കുന്നു. വമൻ ളയ്യഅ സ്വലാത ളയ്യഅഹു അല്ലാഹ്. നിസ്കാരം നഷ്ടപ്പെടുത്തുന്നവരെ അല്ലാഹു നഷ്ടപ്പെടുത്തി കളയും. ഉമർ തങ്ങൾ പറഞ്ഞ വാക്കാണ്. ഉമർ തങ്ങൾ വഹി കിട്ടുന്ന ആളല്ല, പക്ഷെ വഹി പോലെ ഇൽഹാം കിട്ടുന്ന മഹാനാണ്. ഇന്ന മിൻ ഉമ്മതി ലമുഹദ്ദസീന വമുകല്ലമീൻ എന്ന് നബി തങ്ങൾ പറഞ്ഞ മഹാനാണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് നമ്മൾ നിസ്കരിക്കുന്നില്ല, നിസ്കരിക്കാതെ വേല കിട്ടും കാര്യമില്ല. വേല കേട്ടാണ് ഉറങ്ങി, നിസ്കരിച്ചിട്ടില്ല, ഒരു കാര്യമില്ല. اللهم لا تجعل هذا حجة علينا يا رب. من حفظ الصلاة حفظه الله ومن ضيعه ضيعه الله. എനിക്ക് ഒതുർത്ത് തരുന്നത് കിടക്കുക, ചോരങ്ങൾ ഒഴിച്ചുകൊണ്ടിരിക്കുക, വയറ് പൊളിഞ്ഞു കിടക്കുകയാണ്, കുടലൊക്കെ പുറത്ത് ചാടിയിട്ടുണ്ട്. ആ രംഗം ആലോചിച്ച് നോക്കി. എന്ന ഹോസ്പിറ്റലില്ല, ഏത് എമർജൻസി ഇവിടെ കൊണ്ടുപോകും? കുടൽമാല മുഴുവൻ പുറത്താണ്. നമ്മൾ അറിയണം, ഈ വയറിന്റെ ഉള്ളിൽ നമ്മുടെ ഈ തൊലികളാൽ എത്ര വലുപ്പമുള്ള സാധനങ്ങളെ അല്ലാഹുവിന്റെ ഉള്ളിൽ ഒളിപ്പിച്ചു. ഈ വയറും കീറി അതൊക്കെ പുറത്ത് ചാടൂലേ? മൃഗങ്ങൾ ഇറക്കുമ്പോൾ നമ്മൾ കാണില്ലേ എത്രയാണ് അവരുടെ വയറിന്റെ ഒരു വലുപ്പം, ബ്ലാഡർ എത്ര വികസിക്കും. മൃഗങ്ങളുടെ ശരീരം തങ്ങൾ വലിയ ആകാരമുള്ള മഹാനാണ്. ഭയങ്കര ഹൈറ്റായിരുന്നു. സ്വഹാബിമാർ പറയും, ഞങ്ങൾ തവാഫ് ചെയ്യുമ്പോൾ ഞങ്ങളിൽ വലിയ ഹൈറ്റുള്ള ആളൊക്കെ തങ്ങളുടെ തോളിനെടുത്ത് ഉണ്ടാവും. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഭയങ്കര ഹൈറ്റും വെയിറ്റുള്ള മഹാനാണ്. അത്ര തന്നെ ഈമാൻ. ശൈത്താൻ കണ്ട പോയിച്ചോടുന്നല്ലോ. ഉമർ തങ്ങളെ കണ്ട പിശാച് വേറെ വഴിക്കാൻ പോകും. അതേ അത് നബി തങ്ങൾ കൊടുത്ത ബഹുമാനമാണ്, ഉമർ തങ്ങൾ കൊടുത്ത അംഗീകാരമാണ്. ഉമറേ, നിങ്ങളെ കണ്ടാൽ പിശാച് വേറെ വഴിക്ക് പോകും, നിങ്ങളുടെ അടുത്ത് പിശാച് വരില്ല. അതാണ് ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കിടക്കുക, ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിസ്കരിച്ചു. ആ കിടന്ന കിടപ്പിൽ ഒടുകൊടുത്തു. സുബഹി ഖളാ കൂട്ടി. 2 റക്അത്ത് ബാക്കിയുണ്ടായിരുന്നു. 2 റക്അത്ത് നിസ്കരിച്ചു. എന്ന് പറഞ്ഞു, നിസ്കാരമില്ലാതെ നമ്മൾ രക്ഷപ്പെടുത്തൂരല്ലോ. നിസ്കാരമില്ലാതെ എന്ത് ഇസ്ലാം? നിസ്കാരമില്ലാത്തവനെ കുറെ തിയറി, കുറെ ഫിലോസഫി പറഞ്ഞു തന്ന കാര്യം, നിസ്കാരമില്ലെങ്കിൽ നിസ്കാരം വേണ്ടേ, എനിക്ക് നിസ്കരിക്കണം. അതുകൊണ്ട് ഈ വാദ കേൾക്കുന്ന ഇന്നത്തെ ഈ സദസ്സ് നിശ്ചയിക്കാം, മരണം വരെ, തലയിലെ ബുദ്ധിയുള്ള കാലം വരെ അല്ലാഹുവിന് വേണ്ടി നിസ്കാരം കൃത്യസമയത്ത് നിർവഹിക്കും. റബ്ബേ, റബ്ബിനോട് ശപഥം ചെയ്യും. ഞാൻ എൻ്റെ റബ്ബിനോട്, നമ്മൾ ഓരോരുത്തരും അവനവൻ്റെ നഫ്സിനെ വെച്ച തമ്പുരാനോട്, അല്ലാഹുവിനോട് നമ്മൾ ഉറപ്പ് പറയും. അല്ലെങ്കിൽ ഈ ഉമ്മത്തിന് രക്ഷയില്ല. ഈ ഉമ്മത്ത് മുഴുവൻ നിസ്കാരം നിലനിർത്തിയാൽ ഉമ്മത്തിന് അല്ലാഹുവിന്റെ ഹിഫ്ള് ഉണ്ടാകും. ഒരു വ്യക്തിയാണ്, ആ വ്യക്തി അല്ലാഹു രക്ഷിക്കും, ഉമ്മത്തിന് രക്ഷ ഉണ്ടാകില്ല. അതുകൊണ്ട് ഖളാഅല്ലേ, അത് നഷ്ടപ്പെടുത്തി കളയില്ലേ. കഴിഞ്ഞ കാലത്ത് നഷ്ടപ്പെട്ടത് ഖളാ വീട്ടിയെടുക്കുക. അത് കൂട്ടണ്ടെന്നൊക്കെ പല ആൾക്കാരും പറയും. ഞാൻ ഉറപ്പാന്ന് പറഞ്ഞ് കൂടാൻ പോകണ്ട. നാളെ അത് മുൻപോട്ടിലെത്തിയാൽ ഇത് പോരാന്ന് പറഞ്ഞാൽ അവരെ തിരിഞ്ഞ് നടക്കാൻ കഴിയില്ല. ഖളാ വീട്ടി പോയിക്കോ. സുബ്ഹാനല്ലാഹ്. ആ നിലക്കാണ് ഉമർ തങ്ങൾ കിടക്കുന്നത്. നിസ്കാരം കഴിഞ്ഞ് കിടക്കുകയാണ്. ഇനി സെക്കൻഡുകളിലുള്ളൂ ജീവൻ വിട പറയാൻ. വേദനയാണ്. പക്ഷെ ഫാറൂഖ് എന്നൊരു വേദന കൊണ്ട് അക്ഷമ കാണിച്ചില്ല. നല്ല ഓർമ്മയിലാണ് ഉമർ തങ്ങൾ വഫാത്താകുന്നത്. അപ്പോൾ ചെറുപ്പക്കാരൻ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, ഉമർന്നവരെ സാരമില്ല, ഉമർന്നവരെ സാരമില്ല, സാരമില്ല, നിങ്ങൾ വിഷമിക്കല്ല, നിങ്ങൾ അല്ലാഹുവിന്റെ റസൂലിന്റെ ഹബീബല്ലേ, നിങ്ങൾ രക്ഷപ്പെടും. പോകുമ്പോ അവന്റെ ഞെരിയാണിക്ക് താഴെയാണ് അവന്റെ വസ്ത്രം. ഉമർ തങ്ങൾ ചെറുപ്പക്കാരോട് ഇവിടെ വരാൻ വേണ്ടി പറയും, എന്റെ വസ്ത്രം ഞെരിയാണിക്ക് താഴെയാണ് മോനെ, ആ വസ്ത്രം മേലെ വെക്ക്. ഞെരിയാണിക്ക് താഴെ ഒരു പുരുഷനും വസ്ത്രം താഴ്ത്തല്ലേ. നിന്റെ വസ്ത്രം ശുദ്ധമാവാനും നിന്റെ റബ്ബിന് നിന്നോട് ഇഷ്ടമാവാനും അല്ലാഹുവിനോടുള്ള വിധേയത്വം കാണിക്കാനും നല്ലത് അത് ഞെരിയാണിക്ക് മീതെ നിർത്തലാണ് എന്ന് സകറാത്തിൽ ഉപദേശിച്ച മഹാനാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മരിക്കാൻ കിടക്കുമ്പോൾ ഉപദേശം കൊടുത്ത മഹാൻ. ആ ഒരു മഹത്വം കിട്ടിയത് ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനാണ്. എന്തുകൊണ്ട്? ഒരു തിന്മയും കണ്ടില്ല എന്ന് നടിക്കാൻ പാടില്ല. നമ്മുടെ വിഷയം അതാണ്, തിന്മകളെ കണ്ടില്ലെന്ന് പറയല്ലേ. അതുകൊണ്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, മൻ റആ മിൻകും മുൻകറൻ ഫൽയുഗയ്യിറുഹു ബിയദിഹി. നിങ്ങൾ ആരെങ്കിലും ഒരു തിന്മ കണ്ടാൽ നിങ്ങളുടെ കരുത്ത് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിനെ തിരുത്തണം. ഫഇല്ലം യസ്തതിഅ ഫബിലിസാനിഹി. അവനെ പിടിച്ച് പിന്മാറ്റാൻ, തിന്മയിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾ നാവുകൊണ്ട് പറയണം, തിന്മ തിന്മയാണെന്ന് പറയണം. ഇല്ലം യസ്തതിഅ ഫബിഖൽബിഹി. അതിനും സാധ്യമല്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കുകയെങ്കിലും വേണം. വദാലിക അദ്അഫുൽ ഈമാൻ. ഈമാനിൽ ഏറ്റവും ദുർബലമായത് ഹൃദയം കൊണ്ടുള്ള അവസ്ഥയിലാണ്. ഹൃദയം കൊണ്ട് വെറുക്കുക അത് ഈമാനിന്റെ ഏറ്റവും ദുർബലമാണ്. ആ വെറുപ്പ് പോലും ഇല്ലെങ്കിൽ ദുർബലമായ ഈമാൻ പോലും അവർക്കില്ല എന്നല്ലേ ഹദീസിനർത്ഥം. നാവുകൊണ്ട്
എതിർക്കുന്നതിന് മുമ്പ് ആ തിന്മയെ കരുത്തുപയോഗിച്ച് നിങ്ങൾ തിരുത്തണം. എന്നിട്ടും തിരുത്തണില്ലെങ്കിൽ നാവ് കൊണ്ട് നിങ്ങൾ പറയണം. അതും കഴിയില്ലെങ്കിൽ ഹൃദയം കൊണ്ട് വെറുക്കണം. നമ്മളിപ്പോ എന്താ പരിപാടി? കള്ളുകുടിയനാണ്, അവന്റെ പരിപാടി മോശമായ ഏർപ്പാടുകളാണ്. പക്ഷെ അവന്റെ വീട്ടിലെ ഫംഗ്ഷൻ ഉണ്ട്, എല്ലാവരും പോയിട്ട് കൊല്ല കുത്തിപ്പോരാണ്. വയർ നിറയെ ഭക്ഷണം കഴിച്ചിട്ട് ഒരു ഉറപ്പായാവില്ല, ഒരു ഇഷ്ടക്കുറവില്ല. തിന്മ ചെയ്യുന്ന ആളുകളോട് തോന്നിപ്പിച്ച് നടക്കുന്നത് അവന്റെ വ്യക്തി സ്വാതന്ത്ര്യം. അങ്ങനെയുണ്ടോ? അള്ളാഹുവിന്റെ ഭൂമിയിൽ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷേ അത് ശറഇന്റെ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിച്ചുകൊണ്ടുള്ള ഒരു സ്വാതന്ത്ര്യം ഇല്ലേ മുസ്ലിമിനുള്ളൂ? നമ്മളത് ചിന്തിക്കുന്നുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ തിരുത്തണം. അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് നല്ല യുക്തിയോടെയും നല്ല സാരോപദേശം കൊടുത്തുകൊണ്ടും നിങ്ങൾ ആളുകളെ അള്ളാഹുവിന്റെ വഴിയിലേക്ക് ക്ഷണിക്കണമേ. അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ഹബീബായ തങ്ങളുടെ ഉപദേശത്തിന്റെ രീതി വളരെ മനോഹരമായിരുന്നു. ഉപദേശിക്കുന്നവരെ പ്രത്യേകിച്ച് വെള്ളിയാഴ്ചയൊക്കെ ജുമഅക്ക് ശേഷമൊക്കെ അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ടൊക്കെ പ്രഭാഷണങ്ങളോ സാധുമാരുടെ ഉണർത്തലുകളോ സംസാരങ്ങളോ ഒക്കെ നമ്മുടെ പള്ളികളിൽ ഉണ്ടാകും. ഖതീബുമാർ അവരുടെ ഉപദേശങ്ങളിൽ വാദ പറയുന്നവർ ഉപദേശങ്ങളിൽ ഹബീബിനെ ഇത്തിബാഅ് ചെയ്യണം സല്ലല്ലാഹു. അപ്പോഴേ അസർ ഉണ്ടാവുള്ളൂ. നമ്മൾ നമ്മുടെ ഒരു വ്യക്തിപരമായ ഒരു ആവശ്യത്തിന്റെ പേരിൽ ഒച്ചവെക്കുകയോ അല്ലെങ്കിൽ ആളുകൾ അവഹേളിക്കുകയോ ചീത്ത പറയുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ വരാതെ ലളിതമായും വ്യക്തമായും തിന്മകളാണെന്ന് ഒരാളുടെയും തറവാടിന്റെയും പേര് പറയാതെ ആരുടെയും പേരെടുത്ത് വിമർശിക്കാതെ ആക്ഷേപിക്കാതെ വിഷയങ്ങൾ അപഗ്രഥിക്കുകയാണ് വേണ്ടത്. തങ്ങൾ പറയും, എന്താ ചില ആളുകൾ വിചാരിച്ചത്, എന്താ ചില ആളുകൾ ചെയ്യുന്നത് എന്ന് നബി തങ്ങൾ പറയും. ചെയ്തത് ഒരാളെ ഉണ്ടാവുള്ളൂ. പക്ഷെ തങ്ങൾ എന്താ കുറെ ആൾക്കാർ ഇങ്ങനെ ചെയ്യുന്നുണ്ടല്ലോ, അത് ശരിയല്ലല്ലോ എന്ന് തങ്ങൾ പറയും സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഹബീബിന്റെ ശൈലിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ശൈലി കൊണ്ടാണ് തിന്മയുടെ ഏറ്റവും വലിയ കോമരങ്ങളായിരുന്ന ആളുകളുടെ മക്കൾ ഇസ്ലാമിന്റെ മനോഹരമായ തീരത്തേക്ക് കടന്നു വന്നത് ഹബീബിന്റെ സ്വഭാവമാണ്. ആരെന്നറിയോ? അബൂജഹലിന്റെ മകൻ. അബൂജഹൽ എന്ന് പറഞ്ഞാൽ ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ്, അല്ലാഹുവിന്റെ ലഅനത്ത് കിട്ടിയവനാണ്. ആ അബൂജഹലിന്റെ മകൻ ഇക്രിമത്ത് ഇബ്നു അബീ ജഹൽ, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന് പറയണം, സ്വഹാബിയാണ്. അബൂജഹലിന്റെ മകൻ സ്വഹാബി. വലീദ് ഇബ്നു മുഗീറ, വലീദ് ഇബ്നു മുഗീറയുടെ മകൻ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാണ്. വലീദ് ഇബ്നു മുഗീറ നരകവാസിയാണെന്ന് ഖുർആൻ പറഞ്ഞു. വലീദിന്റെ മകൻ ഖാലിദ് ഇബ്നുൽ വലീദ്, അൽ വലീദ് ഇബ്നു വലീദ് സ്വഹാബിമാരാണ്. തിന്മകളുടെ കൂടാരത്തിൽ നിന്ന് നന്മയുടെ മണിമുത്തുകൾ. ഇക്രിമ റളിയല്ലാഹു അൻഹു യർമൂക്ക് യുദ്ധം നടക്കുമ്പോൾ ഇക്രിമ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ കുളിച്ച് വസ്ത്രം ധരിച്ചു. എന്നിട്ട് ഹാനൂത്ത് പുരട്ടി ശരീരത്തിൽ. ഇപ്പോഴാണ് ഹാനൂത്ത് പുരട്ടുന്നത്? മരിച്ച മയ്യത്തിന്റെ ജനാസ കൊണ്ടുപോകുമ്പോഴാണ്. മയ്യത്തിന് കഫൻ ചെയ്യുമ്പോൾ ആ കഫം മുടയിൽ ശരീരത്തിൽ വസ്ത്രം കൊണ്ട് ചുറ്റി, കാല് മൊത്തം ഓരോ കാലും ഓരോന്നോരോന്ന്. മയ്യത്ത് പോലെ ചുറ്റാൻ വയ്യല്ലോ, കാരണം നടക്കണ്ടേ, യുദ്ധത്തിലല്ലേ. ഓരോ കാലും ചുറ്റിവെച്ചു. എങ്ങാനും യുദ്ധക്കളത്തിൽ ജീവൻ പോയി നഷ്ടപ്പെട്ട് ഷഹീദാവുകയാണെങ്കിൽ ഔറത്ത് ഒരാൾ കണ്ടുപോകാതിരിക്കാൻ ശരീരം മുഴുവനും വസ്ത്രം കൊണ്ട് പുതച്ചു. പുതിയ വസ്ത്രം കുളിച്ച് വൃത്തിയായി. എന്നിട്ട് പറഞ്ഞു, ആരായി പറയണമെന്നറിയോ? അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു. നോക്കണം, ബാപ്പ കൊടിയ മുശ്രിക്ക്. ഞങ്ങൾ പറഞ്ഞു, ഈ ഉമ്മത്ത് കണ്ട മൂസാ നബി അലൈഹിസ്സലാമിന്റെ കാലത്തെ ഫറോവ റംസീസ് രണ്ടാമൻ ഈജിപ്തിലെ നാഷണൽ മ്യൂസിയത്തിൽ 10 വർഷമുള്ള പുതിയൊരു മ്യൂസിയം കെട്ടിടം വരുന്നുണ്ട് ഈജിപ്തിൽ. കഴിഞ്ഞ കൊല്ലം അങ്ങോട്ട് മാറ്റും, ചെന്നോക്കൊന്നും മാറിയിട്ടില്ല. ഇപ്പോൾ അടുത്ത കൊല്ലം മാറുമെന്ന് പറയുന്നുണ്ട്. ഡെഡ് ബോഡി കിടക്കുകയാണ്, ഫിർഔന്റെ ഡെഡ് ബോഡി. അല്ലാഹു തആല സൂക്ഷിച്ചു വെച്ചു റംസീസ് രണ്ടാമൻ എന്ന മൂസാ നബിന്റെ കാലത്തെ ഫിർഔൻ. ഫിർഔൻ ഒരാളെ പേരല്ല, രാജാവിന്റെ സ്ഥാനപ്പേര്. ഒരുപാട് ഫിർഔനുമാരുണ്ട്. മൂസാ നബിന്റെ കാലത്തെ ഫിർഔന്റെ പേര് റംസീസ് രണ്ടാമൻ എന്ന ആ മനുഷ്യനെ അല്ലാഹു സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. റോയൽ മമ്മി ഹാൾ. $50 ടിക്കറ്റ് എടുത്താൽ പോയി കാണാൻ പറ്റും മ്യൂസിയത്തിന്റെ ഉള്ളിൽ, കെയ്റോ നഗരത്തിൽ, തഹരീർ സ്ക്വയർ ഈജിപ്തിൽ. സുബ്ഹാനല്ലാഹ്, ഭയങ്കര ഫിർഔൻ. ഈ ഉമ്മത്ത് കണ്ട ഫിർഔൻ നബികൾ പറഞ്ഞ വാക്കതാണ്. ഫിർഔൻ ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്ത് കണ്ട ഫറോവയാണ് അംർ ഇബ്നു ഹിശാം. അബൂജഹൽ എന്ന് പറയുന്ന അംർ ഇബ്നു ഹിശാം ഈ ഉമ്മത്ത് കണ്ട ഫിർഔനാണ്. അങ്ങനെ പറയണമെങ്കിൽ അല്ലാഹുവിന്റെ റസൂലിനെ എത്രത്തോളം വേദനിപ്പിച്ചു കാണണം അബൂജഹൽ. ഉമ്മത്ത് കണ്ട ഫിർഔൻ എന്ന് പറഞ്ഞു. ആ ഫിർഔന്റെ മകൻ പറഞ്ഞ പ്രയോഗം പറയാം. ആ അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വഹാബിയായി മാറി എന്ന് മാത്രമല്ല, വഹസുന ഇസ്ലാമുഹു, മഹാനായ ഇക്രിമ തങ്ങൾ യർമൂക്ക് യുദ്ധം നടക്കുമ്പോൾ ശരീരമാസകലം കഫം പുട പൊതിയുന്ന പോലെ ശുദ്ധമായ വെള്ള വസ്ത്രം കൊണ്ട് പൊതിയുകയും അതിൽ ഹാനൂത്ത് പുരട്ടുകയും ചെയ്ത് വുദൂ ചെയ്ത് കുളിച്ച് വൃത്തിയായി യുദ്ധക്കളത്തിലേക്ക് പോകുന്നതിനൊരു മടക്കമില്ലാത്ത യാത്ര. ഈ പോക്ക് പോയാൽ ഇനി തിരിച്ചു വരില്ലെന്ന് ഉറപ്പാണ്. സ്വഹാബികളോട് പറഞ്ഞു, സ്വഹാബികളെ സ്വഹാബികളെ, നിങ്ങളുടെ കാര്യം ഞാൻ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. അല്ലാഹുവിനെ ഫലമേൽപ്പിക്കപ്പെടുന്നതൊന്നുമേ അല്ലാഹു നഷ്ടപ്പെടുത്തി കളയില്ലല്ലോ. ഹല്ലകും മിൻ വസിയ്യത്തിൻ ഇലാ റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനെ കാണാൻ പോവാണ്.
എന്തെങ്കിലും പറയാനുണ്ടോ റസൂലുള്ളാഹിനോട്? ഗൾഫ് പോകുന്നവർ പറയില്ലേ, ഞാൻ പോവാണ് കേട്ടോ, അയൽവാസിയോട് പറയും, പിന്നെ മോനെ ഞാൻ കാണും, മോനോട് എന്തെങ്കിലും പറയണോ? അമ്മ പറയും എൻ്റെ വിഷയങ്ങളൊക്കെ പറഞ്ഞെടുത്തേക്ക്, ഇന്നലെ വിളിച്ചിരുന്നു, കാണാൻ പോവാണ്. തങ്ങൾ ചോദ്യം, അന്ന് നബി തങ്ങൾ ജീവിച്ചിരിപ്പില്ല, ഇർമുക്ക് യുദ്ധം നടക്കും. സ്വഹാബികളെ, നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? ഞാൻ നബിയോട് ചെന്ന് പറയണോ? കമ്മ്യൂണിക്കേഷൻ മരിച്ചു കഴിഞ്ഞാലുണ്ട് എന്നതിനർത്ഥം. മരിച്ചു കഴിഞ്ഞാലും കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. സ്വഹാബിമാർ, ഒരു സ്വഹാബിയാണ് പറയുന്നത്. അതിനർത്ഥം എന്താ? മരിച്ചു കഴിഞ്ഞാൽ മരണപ്പെട്ടു പോകുന്ന ലോകത്ത് ഒരു കമ്മ്യൂണിക്കേഷൻ. നമ്മൾ പ്രത്യക്ഷത്തിൽ മരിച്ച മയ്യത്ത് മോർച്ചറിയിലല്ലേ, ഒന്നും കൊണ്ട് അനങ്ങണമെന്നില്ലല്ലോ എന്ന് പറയുന്നത്. ആ ലോകം ഹദീസ് പറഞ്ഞെന്ന ലോകമാണ്. നമ്മൾ കണ്ണുകൊണ്ട് പറഞ്ഞ് വിധി പറയാൻ കഴിയാത്ത ലോകമാണ്. അവിടെ സംസാരമുണ്ട്, അവിടെ കേൾവിയുണ്ട്. പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്ന കേൾവിയോ സംസാരമോ അവിടെ നടക്കുന്നുണ്ട് കമ്മ്യൂണിക്കേഷൻ. സ്വഹാബികളെ, ഞാൻ നിങ്ങൾ അല്ലാഹുവിനെ ഏൽപ്പിക്കുകയാണ്. യർമൂക്ക് യുദ്ധം കഴിഞ്ഞാൽ ഇക്രിമയെ നിങ്ങൾ ജീവനോടെ കണ്ടെന്ന് വരില്ല. നമ്മുടെ ഹബീബിനെ ഞാൻ കണ്ടുമുട്ടും. നാളെ ഞാൻ ഹബീബിന്റെ അരികത്തേക്കാ പോകുന്നത്. റസൂലുള്ളാഹിനോട് എന്തെങ്കിലും ഞാൻ പറയണോ? നിങ്ങളുടെ വല്ല വസിയത്തുമുണ്ടോ? ആ സൈന്യം മുഴുവനും നിശബ്ദമായി പോയി. അവർ പറഞ്ഞു, ബല്ലിഗ്ഹു അന്നസ്സലാം, റസൂലിനോട് ഞങ്ങളുടെ സലാം പറയണേ. ഞങ്ങളൊക്കെ സലാം പറയണേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ വാളെടുത്ത് യർമൂക്കിലേക്ക് പുറപ്പെട്ട് മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു ഷഹീദാകാൻ പോകുമ്പോൾ മഹാനവറുകൾ വെള്ളത്തിന് ദാഹിക്കുന്ന നേരത്തെ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിലുണ്ട്. ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ കുടിക്കാൻ വേണ്ടി വെള്ളം കൊണ്ടുപോയി കൊടുത്തു. സക്കറാത്തിൽ കിടക്കുകയാണ് ഇക്രിമ തങ്ങൾ. മഹാനവറുകൾക്ക് നോമ്പുണ്ടായിരിക്കാം, അല്ലാഹു അലം. വെള്ളം കുടിച്ചില്ല. വേറെ ആർക്കെങ്കിലും വേണമെങ്കിൽ കൊടുത്തോളൂ. ആ ഒരു കപ്പ് വെള്ളമുള്ളൂ. ഒരു ഭൂമിന്റെ നടുവിലാണ്. സൈന്യത്തിന് ആവശ്യമുള്ള വെള്ളം കയ്യിൽ കരുതൂ. ഒരു സ്വഹാബി ജീവൻ നഷ്ടപ്പെടാനിരിക്കുമ്പോ, ഷഹാദത്തിന്റെ ചിറകെ സ്വർഗ്ഗലോകത്തേക്ക് പറക്കാനിരിക്കുമ്പോ കുടിക്കാൻ വെള്ളം കൊടുത്തപ്പോ അത് തൊട്ടടുത്താക്ക് കൊടുത്തോളൂ. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു, നിന്റെ അപ്പുറത്തൊരാളുണ്ടല്ലോ, അവിടെ കൊടുക്കി, എനിക്ക് വേണ്ട. ഈ രണ്ടുപേരും ഷഹാദത്ത് വരിക്കാൻ പോകുന്നു. മൂന്നാമത്തെ ആള് പറഞ്ഞു, അടുത്താക്ക് കൊടുത്തൽ, എനിക്ക് വേണ്ട. അങ്ങനെ 4, 5, 6 പേർ വെള്ളം ആവശ്യമായി. അവസാനം നമ്മൾ പറയും, മരിക്കുമ്പോൾ ഒരു തീര് വെള്ളം കുടിച്ച് മരിക്കാൻ. വെള്ളം മരിക്കണ നേരത്തെ വെള്ളം കുടിക്കുക എന്ന് പറയില്ലേ, അതൊരു ആഗ്രഹമല്ലേ, തൊണ്ട നനയാൻ. എനിക്ക് വേണ്ട, 6 പേര് പറഞ്ഞു എനിക്ക് വേണ്ട. അവസാനം മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു എന്ന സൈന്യത്തിന്റെ നേതാവ്, അതാരാ? മുത്തനബി തങ്ങളുടെ പരിശുദ്ധ ഖുർആനിനെ പരിഹസിക്കാൻ വന്നിരുന്ന വലീദ് ഇബ്നു മുഗീറയുടെ മകൻ. ആ മകനാണ് മുസ്ലിം ഉമ്മത്തിന്റെ സൈന്യത്തിന്റെ അന്നത്തെ നേതാവ്. അവരാണ് വെള്ളം കൊടുക്കുന്നത്. അവസാനം 6 പേരും എന്റെ കൂട്ടുകാരന് കൊടുത്തോളൂ, എനിക്ക് വേണ്ട. എന്റെ കൂട്ടുകാരന് കൊടുത്തോളൂ, എനിക്ക് വേണ്ട. നാട്ടിലൊക്കെ ഒരു റിലീഫ് പരിപാടി നടന്ന എന്താ അവസ്ഥ? എന്ത് എനിക്ക് തരാഞ്ഞത്? ആകെ 2000 രൂപയുടെ കിറ്റേ ഉണ്ടാവും. അത് എത്രയോ പാവപ്പെട്ട ആൾക്കാരുണ്ട്. ഞാൻ കമ്മിറ്റിപ്പെട്ട ആളല്ലേ, എനിക്കും തന്നോടൊരു കേസ്. പിന്നാരെ സഹോദര, നിങ്ങളെക്കാളും കഷ്ടപ്പെടുന്ന ഒരാൾ വേറല്ലേ? എന്നപ്പോൾ ഞാനതുപോലൊക്കെ തന്നെയല്ലേ, എനിക്കും ഒരു വക്കത്ത് കിട്ടാൻ പോയില്ലേ? നമുക്ക് വേണ്ട നമ്മൾ പറയാറുണ്ട് എപ്പോഴെങ്കിലും. പോരട്ടെ എന്നല്ലേ പറയുന്നത്. ഒരു റിലീഫ് പരിപാടി നടത്താൻ വിടുക നാട്ടിൽ, പിന്നെ പരാതി. ഒരു മറ്റൊരുക്കൊക്കെ കൊടുത്തു, ഒരാൾക്ക് കൊടുത്തു, മറ്റേ ആൾക്ക് കൊടുത്തു. അർഹർക്ക് കിട്ടുന്നത് മനുഷ്യന്മാർ ഹാൻഡിൽ ചെയ്യുന്ന വിഷയങ്ങളാണ്. പോരായ്മകളും കുറവുകളൊക്കെ ഉണ്ടാവും, അതൊക്കെ പരിഹരിക്കും. ഇല്ലാണ്ടിരിക്കുകയാണ്. എനിക്ക് കിട്ടിയില്ല, എൻ്റെ കൂട്ടുകാർക്ക് കിട്ടിയല്ലോ, എൻ്റെ അയൽവാസിക്ക് കിട്ടിയല്ലോ പഠിച്ചോനെ എന്നല്ലേ നമ്മൾ പറയേണ്ടത്. നമ്മളെന്താ പറയുക, എന്താ ഇപ്രാവശ്യം പുതിയൊന്ന് കുറഞ്ഞത്? ആകെ പെരുന്നാൾക്ക് ഇറച്ചി നിന്ന പോലെ കാലം മുഴുവൻ ഇറച്ചി നിന്നുണ്ട്. എന്നാലും പറയും പെരുന്നാക്കത്തെ പൊതി പോരായിരുന്നു. അയൽവാസിക്കോ കൂട്ടുകാർക്കോ പാവപ്പെട്ടവർക്കോ നമ്മളെക്കാളും കഷ്ടപ്പെടുന്നവർക്ക് കിട്ടിക്കോട്ടെ. നമുക്ക് അങ്ങനെയെങ്കിലും ചെയ്തുകൂടെ? സക്കറാത്തിന്റെ നേരത്തെ വെള്ളം എനിക്ക് വേണ്ട, അടുത്താക്ക് കൊടുത്തോളൂ എന്ന് പറഞ്ഞ ഇക്രിമ റളിയല്ലാഹു അൻഹു, എനിക്ക് വേണ്ട. ആ നേരത്തെ മനുഷ്യന്റെ തൊണ്ട ദാഹിക്കുന്ന നേരത്തെ ആ വെള്ളം, അത് അർഹതയുണ്ട്, പക്ഷെ എനിക്ക് വേണ്ട, അടുത്താക്ക്. 6 പേരും പറഞ്ഞു അടുത്താ കൊടുത്തോളൂ, എനിക്ക് വേണ്ട. അവസാനം ഖാലിദ് റളിയല്ലാഹു അൻഹു ഓടി വരികയാണ്. ആദ്യത്തെ ആളെടുത്ത് ഇക്രിമ റളിയല്ലാഹു, അബൂജഹലിന്റെ മകൻ ഇക്രിമ റളിയല്ലാഹു മുമ്പിലേക്ക് വരികയാണ്. അഫാഉൻ അലാ ദുനിയാ റഹൽതു ലിഗൈരിഹാ فليس بها للصالحين معرج كدأب علي في المواطين كلها أبي حسن والغصن من حيث يخرج. മഹാനായ ഖാലിദ് റളിയല്ലാഹു അൻഹു ആ വെള്ളപ്പാത്രവുമായി ഇക്രിമ റളിയല്ലാഹു അൻഹു എന്ന ഈ ഉമ്മത്ത് കണ്ട ഫിർഔനിന്റെ മകൻ, അബൂജഹലിന്റെ മകൻ, കുഫറിന്റെ വീട്ടിൽ നിന്ന് വന്ന ഈമാനിന്റെ പ്രഭ മഹാനായ ഇക്രിമ തങ്ങളുടെ മുമ്പിലേക്ക് വന്നപ്പോൾ ഫഖദ് മാത്, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്ക് യാത്രയായിട്ടുണ്ട്. സ്വഹാബിമാരോട് യാത്ര പറഞ്ഞ് നബിയോട് വല്ലതും പറയണോ? ഞാൻ ഹബീബിനെ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് സ്വഹാബിമാർ ബല്ലിഗ്ഹു അന്നസ്സലാം, ഹബീബിനോട് ഞങ്ങളുടെ സലാം പറയണേ എന്ന് വസിയത്ത് ചെയ്തു പോയ ആ രംഗം മഹാനായ
കിരിമതങ്ങൾ പറഞ്ഞ വാക്ക് സംഭവിക്കുകയാണ്, ഷഹീദായി. അപ്പൊ അടുത്ത ആൾക്ക് കൊടുക്കാൻ നോക്കുമ്പോൾ അവര് ഷഹീദായി. അപ്പൊ അവിടെ ഒരാൾ കിടക്കുന്നുണ്ട്, നേരത്തെ കൊണ്ടുപോയ നോക്കുമ്പോൾ അവരും മരിച്ചിട്ടുണ്ട്. 6 പേരും മരിച്ചു. 6 പേരും ആ ഒരു ഗ്ലാസ് വെള്ളം ഒന്നുള്ള ഒരാളെ കുടിച്ച് അടുത്താക്കി കിട്ടൂല, അതാണ് അവസ്ഥ. ആ വെള്ളം എനിക്ക് വേണ്ട, അത് അടുത്താക്കി കൊടുത്തേക്ക്, അത്രയല്ലേ ഉള്ളൂ. എന്റെ കൂട്ടുകാരൻ കുടിച്ചോട്ടെ, ഞാൻ സഹിച്ചോളാം. മുഅ്മിനെ, നമ്മളൊക്കെ ഒരു അവസ്ഥയിൽ ഒരു റിലീഫ് പ്രവർത്തനത്തിന്റെ ഒരു കിറ്റ് കിട്ടാതെ വന്നാൽ നമ്മുടെ മുഖം ചമക്കുന്ന ആ ഒരു സംഭവത്തെ ഇതുമായി നമ്മൾ ചേർത്ത് വായിക്കണേ. നമ്മൾ എന്ത് പിശുക്കന്മാരാണ്, നമ്മൾ എന്ത് ആർത്തിയാണ് ഈ കാണിക്കുന്നത്. നമ്മുടെ സഹോദരന് കിട്ടണം, എനിക്ക് വേണ്ട, എന്റെ കൂട്ടുകാരൻ ചിരിക്കട്ടെ, എന്റെ വീട്ടിൽ ഞാൻ കണ്ണീരടക്കി കഴിയാം, പക്ഷെ എന്റെ കൂടെയുള്ള പാവപ്പെട്ടവര് പുഞ്ചിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കേണ്ടവനാണ് വിശ്വാസി. ജാതിയും മതവും അതിൽ പ്രശ്നമല്ലെന്നാണ്. നമ്മുടെ അയൽപക്കങ്ങളിൽ കഷ്ടപ്പെടുമ്പോൾ അത് ഏത് മതവിശ്വാസിയാണെങ്കിൽ പോലും അവർക്ക് സഹായം എത്തിച്ചിട്ട് നമ്മൾ പട്ടിണി കിടന്നാലും സാരല്ല എന്ന് ചിന്തിക്കേണ്ടവനാണ് മുസ്ലിം, അല്ലേ? നമ്മുടെ വിശ്വാസം അതല്ലേ പഠിപ്പിച്ചത്. എങ്ങനെ നമ്മളൊക്കെ ഇങ്ങനെ വിഷ്കന്മാരായി പോയത്? ഖാലിദ് തങ്ങൾ ആ നേരത്തെ പറഞ്ഞൊരു വാക്കുണ്ട് മുഅ്മിനെ, ആ ഒരു ഗ്ലാസ് വെള്ളം പിടിച്ചുകൊണ്ട് നിർത്തുന്നുണ്ട്. ഈ ഒരു ഗ്ലാസ് വെള്ളവുമായി ഞാൻ 6 ആളരിക്കത്ത് ഓരോരുത്തരരികത്തും ചെന്ന് നോക്കി, കുടിച്ചോളൂ. 6 ഒരാൾ പോലും ആ ഒരു ഗ്ലാസ് ഞാൻ കുടിച്ചാൽ അവിടെ ഷഹീദാകാൻ കിടക്കുന്ന അടുത്താക്ക് വെള്ളം വേറല്ല, ആ ഒരു കപ്പുള്ളൂ. അവിടെ ഇർമൂക്ക് യുദ്ധമാണ്, ഇർമൂക്കിൽ വെച്ച് നടന്ന യുദ്ധം. സുബ്ഹാനല്ലാഹ്. ഖാലിദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവേ റബ്ബേ, അല്ലാഹുമ്മ അസ്ഖിഹിം മിൻ ജന്നതിക, നിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അവരെ കുടിപ്പിക്കണേ. ഫഇന്നഹും ഖദ് ഖറജൂ ഫീ സബീലിക റബ്ബേ, നിന്റെ വഴിയിലാണ് അവർ വന്നത്. അല്ലാഹുമ്മ ജുമഅനാ ബിഹിം ഫിൽ ജന്ന, സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി കാണിച്ചു തരണേ റബ്ബേ. ഈ വെള്ളം ഞാൻ കൊടുത്തിട്ട് കുടിക്കാൻ കൂട്ടാക്കിയില്ല. അല്ലാഹുമ്മ അസ്ഖിഹിം മിൻ ജന്നതിക, നിന്റെ സ്വർഗ്ഗത്തിൽ നിന്ന് അവർക്ക് കുടിപ്പിക്കണേ. പിന്നെ അവരെ വെള്ളം അവർ കുടിച്ചിട്ടില്ല റബ്ബേ, നാളെ പരലോകത്തെ സ്വർഗ്ഗത്തിന്റെ വെള്ളം നീ കുടിപ്പിക്കണേ എന്ന് ആ വെള്ളം പിടിച്ച് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തിട്ടുണ്ട് ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു. കുടിച്ചില്ലല്ലോ, വേണ്ടാന്ന് പറഞ്ഞില്ലേ? അതാണ് നമ്മുടെ ഈ ഉമ്മത്ത്. ഹബീബായ നബി തങ്ങളുടെ ഹബീബിനെ കൊല്ലാൻ വന്ന വാപ്പയുടെ മോനാണിത്, ഇക്രിമ റളിയല്ലാഹു അൻഹു. ഹബീബിന്റെ തലയിലേക്ക് കല്ല് വാരിയിടാൻ വന്ന ആള്, ഹബീബിനെ ദ്രോഹിച്ച ആള്. ഹബീബ് നിസ്കരിക്കുമ്പോൾ ആരാണ് ഒട്ടകത്തിന്റെ അറവ് നൽകപ്പെട്ട അറുത്ത ഒരു ഒട്ടകത്തിന്റെ നാറുന്ന ബ്ലാഡറും അതിന്റെ കുടലുകളും ആരാണ് കൈകൊണ്ട് വാരിയിട്ട് സുജൂദിൽ കിടക്കുന്ന ഹബീബിന്റെ തോളിലേക്ക് ഇടുക എന്ന് തിരുവിധങ്ങൾ അപമാനിക്കാനും ഹബീബിന്റെ നിസ്കാരത്തോട് വെറുപ്പുണ്ടായിട്ട് അബൂജഹലാണത് ചെയ്യിപ്പിച്ചത്. അഷ്ഖൽ ഖൗം അത് ചെയ്തു. ഈ ഉമ്മത്തിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ, ഉമ്മത്തുൽ ദഅവയിലെ ഏറ്റവും പരാജയപ്പെട്ടവൻ ചെയ്തു അത് ആ ഹബീബായ നബി തങ്ങളുടെ പുണ്യമേനയിലേക്ക് ചീഞ്ഞു നാറുന്ന സർവ്വതും വാരിയെറിഞ്ഞിരുന്ന ഹബീബിനെ കൊല്ലാൻ വേണ്ടി 11 തവണ മർഡർ അറ്റംപ്റ്റുകൾ ഉണ്ടാക്കിയ ആള്, മുത്തുനബിയെ കൊല്ലാൻ 11 വർഷം ചെയ്ത ആള്. ആ ആളിന്റെ മോനാണ് ഈ ഉമ്മത്തിന്റെ നന്മയുടെ സുഗന്ധമായി മാറിയ ഇക്രിമ റളിയല്ലാഹു അൻഹു. എങ്ങനെയാണ് ദീനിലേക്ക് വന്നതെന്നറിയുമോ? ഹബീബിന്റെ സരളമായ സ്വഭാവ ഗുണം കണ്ടപ്പോഴാണ്. വഇന്നക ലഅലാ ഖുലുഖിൻ അദീം, ഹബീബിന്റെ രീതിയും സ്വഭാവ രീതിയും ഹബീബിന്റെ സംസാര രീതിയും അങ്ങനെയായിരുന്നു. നബിയെ, അങ്ങയുടെ സ്വഭാവം വല്ലാത്തതാണല്ലോ. അവർ മുഴുവനും ആകർഷിച്ചത് ആ ഒരു രീതിയാണ്, ഉപദേശത്തിന്റെ രീതി. അതാണ് സാരോപദേശം നടത്തുമ്പോൾ അങ്ങനെയാ ചെയ്യേണ്ടത്. കഅബാലയത്തിന്റെ വാതിൽപ്പടിയിൽ നിന്നുകൊണ്ട് നബി തങ്ങൾ ചോദിച്ചുവല്ലോ, മാ തറൗന അന്നീ ഫാഇലും ബിക്കും, മക്കാ വിജയം നടക്കുമ്പോൾ